ഉപയോഗശൂന്യമായ ഫ്രിഡ്ജുകൾ സാധാരണ ആക്രിയായി കൊടുക്കുകയാണല്ലേ പതിവ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫറിലൂടെ അതങ്ങ് ഒഴിവാക്കും, പുതിയതൊക്കെ എടുക്കും. ഇങ്ങനെ ഒഴിവാക്കുന്ന ഫ്രിഡ്ജുകളെ ഡ്രയറുകളാക്കി മാറ്റി വരുമാനം നേടുന്ന ഒരു കർഷകനെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. ഇടുക്കി ചുരുളി സ്വദേശിയായ ഷാജി സെബാസ്റ്റ്യനാണ് ആള്. ഷാജിയുടെ ഡ്രയറിൽ 8 കിലോ ഇറച്ചി 24 മണിക്കൂർ കൊണ്ട് ഉണക്കിയെടുക്കാം. ചെലവ് വെറും 20 രൂപ മാത്രമാണ്. പഴയ ഉപയോഗശൂന്യമായ ഫ്രിഡ്ജുകളിൽ ഗപ്പി വളർത്തുന്നത് കുറച്ച് നാൾ മുമ്പ് വലിയ ട്രെൻഡായിരുന്നു. കുട്ടികളാണ് പ്രധാനമായിട്ടും അത് ചെയ്തിരുന്നത്. വെക്കേഷനൊക്കെ ഒരു വിനോദമായിട്ടാണ് കുട്ടികൾ അത് ചെയ്തിരുന്നത്. പക്ഷേ അതിലും ഫലപ്രദമായി ഈ ഫ്രിഡ്ജുകളെ മാറ്റാൻ കഴിയും എന്ന് തെളിയിക്കുകയാണ് ഇടുക്കി കഞ്ഞിക്കുഴിക്ക് സമീപം ചുരുളിയിലെ ഒരു കർഷകൻ ഷാജി സെബാസ്റ്റ്യൻ. അദ്ദേഹം എന്താണ് ഈ ഫ്രിഡ്ജുകളെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിയത് എന്നതാണ്. അതെന്താണെന്ന് ഈ കർഷകനായ ഷാജി ചേട്ടൻ തന്നെ പറയും. എന്താ ചേട്ടാ ഈ ഫ്രിഡ്ജുകൾ എന്തായിട്ടാണ് മാറിയത്? ഫ്രിഡ്ജുകൾ ശരിക്കും ഇതൊരു ഓവനാക്കി മാറ്റുക. അതായത് ഡ്രയറാണ്, ശരിക്കും മിനി ഡ്രയറാണ്, ലോ കോസ്റ്റ് ഡ്രയർ എന്ന് പറയാം. നമുക്ക് കർഷകർക്ക് കൈത്താങ്ങായിട്ട് നമ്മളൊരു ജാതി കർഷകർക്ക് ആണ് ഇതിനകത്ത് പ്രധാന ഉപയോഗം. ജാതി കർഷകർക്കാണ്. അവർക്ക് ഈ മഴക്കാലത്താണ് ജാതി മിക്കവാറും കായ ഉണ്ടാകുക. അപ്പോൾ അത് ഉണങ്ങിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇതൊരു 6-7 വർഷമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കരിമ്പലിലുള്ള ബിനോജ് എന്ന് പറഞ്ഞ സുഹൃത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ടൈം കുറവായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഷാജി ഇങ്ങനെ ചെയ്തു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കണ്ടുപഠിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ചെയ്തു തുടങ്ങി ഒരു 7 മാസത്തോളമായി ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു ഡ്രയറാക്കി മാറ്റിയ പഴയ ഫ്രിഡ്ജാണ്. ഒന്ന് തുറന്നു കാണാം. തുറന്നു കാണാം, അത് തീർച്ചയായിട്ടും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിൽ ജാതിപത്രിയാണ് ഉള്ളത്. ജാതിപത്രിയുടെ സീസൺ കഴിഞ്ഞു, എന്നാലും കുറച്ച് നമ്മൾ ഉണ്ടാകുന്നത് നമ്മൾ എടുത്തിട്ടാണ്. പിന്നെ എന്താ, നമുക്ക് ഇതിൻ്റെ അകത്ത് ജാതിക്കായ, ജാതിപത്രി, അങ്ങനെയുള്ള എന്ത് സാധനം നമുക്ക് വീട്ടിൽപ്പെട്ട എന്ത് സാധനം ഉണങ്ങിയെടുക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് കറണ്ട് കാശ് വളരെ കുറവാണ്. 24 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 2.5 യൂണിറ്റ് കറണ്ടേ ആകത്തുള്ളൂ. അതാണ് ഇതിനകത്ത് ഇപ്പോൾ എന്ത് മാറ്റം ചേട്ടൻ വരുത്തിയിരിക്കുന്നത്? ഇതിനകത്ത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഫ്രിഡ്ജിനുള്ളിലുള്ള മുഴുവൻ സാധനങ്ങൾ എടുത്ത് മാറ്റും. കംപ്രസർ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ട് ബോഡി മാത്രം ശരിക്കും നല്ല ഡോർ നന്നായിട്ട് അടയുന്നതായിരിക്കണം, ബീഡിങ് നല്ലതായിരിക്കണം, അടിയിൽ ഒത്തിരി തുരുമ്പ് പാടില്ല. അങ്ങനെയുള്ള ഫ്രിഡ്ജുകൾ നമ്മൾ അകത്ത് ചാനൽ അടിച്ചുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ട്രേ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ജാതിപത്രിയും കായും അങ്ങനെയെല്ലാം കയറ്റി വെക്കുന്നത്. ഇതിൻ്റെ ഈ ചൂട് ക്രമീകരിക്കാൻ അത് അറിയാനുള്ള സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ചൂട് ക്രമീകരിക്കുന്നത് 40 വാട്ട്സിൻ്റെ 4 ബൾബ് മാത്രമേ എൻ്റെ അകത്തുള്ളൂ. പിന്നെ 2 ഫാനുണ്ട്, ഒരു ഫാൻ മേളിലും ഒരു ഫാൻ താഴെയും. ആ താഴത്തെ ചൂട് മേളിലേക്കും മേളത്തെ ചൂട് താഴോട്ടും തള്ളിവിട്ട് 4 സൈഡിലും റൊട്ടേറ്റ് ചെയ്യണം ചൂട്. എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്ത് കൺട്രോൾ ഉണ്ട്. ഇതിൻ്റെ അകത്ത് സെൻസർ ഉണ്ട് ഉള്ളിൽ. ഇത് തെർമോസ്റ്റാറ്റ് കൺട്രോളാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഹീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് എത്ര ഡിഗ്രി ചൂട് വേണമെങ്കിലും നമുക്കൊരു 50 ഡിഗ്രി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 ഡിഗ്രി കട്ട് ഓഫ് ആവും. പിന്നെ 40 ഡിഗ്രി ആകുമ്പോഴേ വീണ്ടും ഓണാകത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ നമുക്ക് വീട്ടിലുള്ള മല്ലി, മുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ പ്രത്യേക രൂപകൽപ്പന ചെയ്തതാണ് ഇത്. ഈ ഇരിക്കുന്ന സാധനം ഇത് നമുക്ക് വീട്ടിൽപ്പെട്ട എന്ത് സാധനങ്ങളും, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ട്രേ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇറച്ചി, മീൻ, ചക്ക, മാങ്ങ, കോവയ്ക്ക, പാവയ്ക്ക അങ്ങനെയുള്ള മല്ലി, മുളക് എന്ത് സാധനം നമുക്ക് ഇതിൻ്റെ അകത്ത് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതിനെന്ത് ചിലവ് വരും? പ്രധാനപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അതാണല്ലോ ഒരു സാധാരണ ഒരു ഡ്രയർ മേടിക്കുന്ന അത്ര ചിലവ് വരും. ഡ്രയർ മേടിക്കുന്ന അത്ര ചിലവ്. നമ്മളിത് വളരെ ചിലവ് കുറച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ 6800 രൂപയ്ക്കാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ നോർമൽ ടൈപ്പ് ട്രേ വെച്ച് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ട്രേ വെച്ച് വരുമ്പോഴത്തേക്ക് ഒരു 8500 രൂപ ചിലവ് വരും. അടുത്തൊരു ലക്ഷ്യം എന്താ? ഈ ഫ്രിഡ്ജുകളെ ഇതിലും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും? ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ഞാൻ ഏലക്കായും കൂടെ കൂടി, ചെറിയ അളവിൽ ഏലക്കായും കൂടെ കൂടി ഉണങ്ങിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പണിത് തുടങ്ങിയിട്ടുള്ളൂ. അതിനുവേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. ഒരുപാട് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വിളിക്കുന്നുണ്ട്. കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ വിളിക്കാത്ത ജില്ലകളില്ല. കണ്ണൂർ, കാസർഗോഡ്, വയനാട് അങ്ങനെ അവിടെ നിന്ന് മുതലുള്ള ആളുകളാണ് വിളിക്കുന്നത്. അവർക്ക് ഇവിടെ വന്ന് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം എല്ലാവരും അതിൻ്റെ അന്ന് ഒഴിവാകുകയാണ് തന്നെ, ദൂരം കൂടുതലായതുകൊണ്ട്. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയും. കർഷകനായ ഷാജി ചേട്ടനെ സംബന്ധിച്ച് ഒരു ഡ്രയർ ഉണ്ടാക്കുക, അധിക ചിലവില്ലാതെ ഉണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരുന്നു. അതിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെയൊരു ഈ ഫ്രിഡ്ജുകളെ ഡ്രയറുകളാക്കി മാറ്റാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നത്. അതിപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന തരത്തിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്. ജെയിനസ് രാജു തന്നെ നമ്മുടെ കൂടെയുണ്ട്. ജെയിൻ, ഇതിനെക്കുറിച്ച് അറിഞ്ഞ് നേരിട്ട് കണ്ടപ്പോൾ കൗതുകമൊക്കെ തോന്നുമല്ലേ? ശരിയാണ്, നമ്മൾ പല കാര്യങ്ങളും ഉപയോഗിച്ച് വലിച്ചെറിയുന്നുണ്ട്, അല്ലെങ്കിൽ മാറ്റി വാങ്ങുന്നുണ്ട്, ആക്രി കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. പക്ഷേ നമുക്ക് വേണ്ടാത്ത പല കാര്യങ്ങളും കൊണ്ട് വീണ്ടും വീണ്ടും ഉപയോഗം ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇവിടെയും അത് തന്നെയാണ്. അധികം ചെലവൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം അത് നിർമ്മിക്കുന്നു. അത് കൊടുക്കുമ്പോഴും ഭീമമായ തുകയൊന്നുമല്ല എന്നുള്ളതും വലിയ പ്രത്യേകതയാണ്. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ എന്ത് തോന്നി?
ഷാജിയുടെ ഈ ഫ്രിഡ്ജ് ഡ്രയർ അതൊരു ഗംഭീര സൃഷ്ടിയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് അത് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ പിന്നെ ആക്രിക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള ഒരു മാർഗം. അതല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ചില ഷോറൂമുകൾ എക്സ്ചേഞ്ച് ഓഫറുകളൊക്കെ നൽകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം പുതിയ ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ ഈ ഫ്രിഡ്ജ് ഷോറൂമുകൾക്ക് നൽകാം. അങ്ങനെ ചെറിയൊരു വില അതിന് ലഭിക്കും. പക്ഷേ കൂടുതലും ആക്രിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആക്രിക്ക് കൊടുക്കുന്ന ഫ്രിഡ്ജ് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്ന് തെളിയിക്കുകയാണ് ഷാജി എന്ന ഈ കർഷകൻ. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ആ സാങ്കേതിക വിദ്യയും ഉപദേശവും അദ്ദേഹത്തിന് നൽകിയത്. പക്ഷേ വലിയ രീതിയിൽ വിപ്ലവം സൃഷ്ടിക്കാവുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ് ഈ ഫ്രിഡ്ജ് എന്ന് പറയാം. കാരണം കാർഷിക മേഖലയിലുള്ള ആളുകൾക്കാണ് ഇത് കൂടുതൽ തിരിച്ചറിയാൻ കഴിയുന്നത്. കാരണം വീട്ടിൽ ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ജാതിപത്രി പോലെയുള്ള കൊക്കോക്ക ഉൾപ്പെടെയുള്ളവ അതൊക്കെ ഉണക്കിയെടുക്കണമെങ്കിൽ ചെറിയ രീതിയിൽ ഉണക്കിയെടുക്കുന്ന ചെറിയ ഡ്രയറുകൾക്ക് പോലും ഒരു 20,000 രൂപയിൽ കൂടുതൽ വില വരും. വലിയ രീതിയിൽ ഏലക്കൊക്കെ ഉണക്കുകയാണെങ്കിൽ അതിന് ലക്ഷങ്ങൾ കൂടി ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രയർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഡ്രയറിൽ നമുക്ക് വീട്ടിൽ മുളക് വാങ്ങിയാൽ, വറ്റൽ മുളക് വാങ്ങിയാൽ ഉണക്കി അത് പൊടിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ മല്ലി ഉൾപ്പെടെയുള്ള ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഫ്രഷായി മാർക്കറ്റിൽ നിന്ന് മേടിച്ച് അത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് നമുക്ക് മായമില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയും. അങ്ങനെ ഗാർഹിക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഡ്രയറാണ്. കൂടുതലും കർഷകർക്കാണ് ഇത് ഗുണം ചെയ്യുക. ഒരു 6,500 രൂപ മുതൽ 9,500 രൂപ വരെയാണ് വില വരുന്നത്. നമുക്കറിയാം ഒരു ഫ്രിഡ്ജ് ഉപയോഗശൂന്യമായാൽ അതിന് ലഭിക്കുന്ന ഒരു വില എന്ന് പറയുന്നത് ഷോറൂമിൽ പോയി മേടിക്കുകയാണെങ്കിൽ ഈ ഫ്രിഡ്ജ്, അതായത് ഈ കേടായ ഫ്രിഡ്ജ് ഷോറൂമുകളിൽ നിന്ന് വിലയ്ക്ക് നൽകുന്നുണ്ട്. അതിന് ഏതാണ്ട് ഒരു 1,200 രൂപ 1,500 രൂപയാണ് വില വരുന്നത്. ആക്രിക്ക് നൽകുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 300 രൂപയിൽ കൂടുതൽ ഇപ്പോൾ ലഭിക്കുകയില്ല. അങ്ങനെ വളരെ തുച്ഛമായ വിലയ്ക്ക് നമ്മൾ ഒഴിവാക്കുന്ന ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജാണ് ഇത്തരത്തിൽ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായി അല്ലെങ്കിൽ ഒരു ഉപകരണമായി മാറ്റപ്പെടുന്നത്. വലിയ സാധ്യതകളാണ് ഇതിന് മുന്നിലുള്ളത്. ആർക്കും ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരല്പം സാങ്കേതിക വൈദഗ്ധ്യമുണ്ടെങ്കിൽ, ഒരു അറിവുണ്ടെങ്കിൽ, മായി ബന്ധപ്പെട്ട കുറച്ച് അറിവുകളുണ്ടെങ്കിൽ ആർക്കും സ്വന്തമായി തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ഈ ഫ്രിഡ്ജ് ഡ്രയർ എന്ന് പറയുന്നത്. എന്തായാലും അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ തന്നെ അത് മാറ്റി വാങ്ങുകയോ ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ നല്ല കാര്യം തന്നെയാണല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ രീതിയിലും ചെയ്ത് നമുക്ക് അത്രത്തോളം ഭീമമായ തുകയ്ക്ക് വാങ്ങേണ്ടി വരില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ കടയിൽ നിന്നും ഒറിജിനൽ സാധനം വാങ്ങുന്നതിനേക്കാട്ടിലും എത്രയോ ഭേദമാണ് അദ്ദേഹം നിർമ്മിച്ച് നൽകുന്നത്. അത്ര വലിയ ചെലവും ആവില്ല. കർഷകരെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒരു പിടി മുകളിൽ നിൽക്കുന്നതാണ് എങ്കിൽ പോലും നല്ലൊരു കാര്യം തന്നെയാണ്. ആവശ്യമൊക്കെ അറിഞ്ഞ് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ ഒരു കാര്യം സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല. ശരി ജെയിൻ.